മഹാസ്നേഹവും സന്തതം വാഴ്ത്തും കർത്താവേ. പാപി എന്നെ വീണ്ട കൃപയും നിൻ മഹാസ്നേഹവും സന്തതം വാഴ്ത്തും ഉന്നതം വെടിഞ്ഞീ മണ്ണിൽ വന്നെന്നെ ധന്യനായി തീർത്തതിനാ നന്ദിയാ. മലങ്കര മാർത്തോമാ സഭ സംഘടിപ്പിക്കുന്ന 6ാം കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ വർഷവും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ദൈവവചനം കേൾക്കുവാനും പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുവാനും പ്രാർത്ഥനയിൽ കുറേ സമയം ചിലവഴിക്കുവാനും ഈ കൺവെൻഷനിലൂടെ സാധ്യമാകുന്നത് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിലെ ഒരു ഭാഗ്യ അവസരമായി ഞാൻ കണക്കാക്കുകയാണ്. മാർത്തോമാ സഭയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ കടന്നു വരുവാനും പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് അല്പസമയം ദൈവവചനം കേൾക്കുവാനുമായിട്ടുള്ള ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നു എന്നത് വലിയ സന്തോഷകരമായ ഒരു സംഗതിയാണ്. സ്ഥിരമായിട്ട് കടന്നു വരുവാനും ഇതിലൂടെ ലോകത്തിനൊരു പുതിയ വെളിച്ചം നൽകുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. One of the secrets of living the Christian life well അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിക്കുക എന്നത് is to live each day in the light of eternity. നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ ഓരോ ദിനവും ജീവിക്കുന്നതിലാണ് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്. I quoted the German reformer Martin Luther. നവീകരണ കർത്താവായ മാർട്ടിൻ ലൂഥറിന്റെ ഒരു വാക്ക് ഞാൻ ഇന്നലെ ഉദ്ധരിച്ചിരുന്നു. He said there are only 2 days in my diary. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. Today and that day. ഇന്നും ആ ദിനവും. That day when I'll stand before God to give account. ദൈവസന്നിധിയിൽ എൻ്റെ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ ഞാൻ നിൽക്കുന്ന ആ ദിനം. So I live each day in the light of that day when I'll give account to God. ദൈവസന്നിധിയിൽ എൻ്റെ ജീവിതത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന ആ ദിനത്തിന്റെ പ്രതീക്ഷയിലും ആ ദിനത്തിന്റെ വെല്ലുവിളിയിലുമാണ് ഇന്നത്തെ എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുന്നത്. Now when life is difficult, it's not difficult to have your mind constantly on the future. നമ്മുടെ ജീവിതം ദുഷ്കരമാകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഭാവിയെ നോക്കുന്നതിൽ വലിയ പ്രയാസമൊന്നുമില്ല. The Christian slaves in America, അമേരിക്കയിലുള്ള ക്രിസ്തീയ വിശ്വാസികളായ അടിമകൾ, when they were going through great difficulties, ജീവിതത്തിലെ കഠിനമായ യാതനകൾ കൂടി കടന്നുപോയ നാളുകളിൽ they composed many wonderful songs about the future. ഭാവിയെ പറ്റി അനുഗ്രഹീതമായ അനേക ഗാനങ്ങൾ അവർ ചിട്ടപ്പെടുത്തി. One of the most well known was "This world is not my home, I'm just passing through." ഈ ലോകം എന്റേത് അല്ല, ഞാൻ ഈ ലോകത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരി മാത്രമാണ് എന്ന ഒരു ഗാനം അതിപ്രശസ്തമാണ്. But when life is going well, ജീവിതത്തിൽ എല്ലാം ഭംഗിയായി നടന്നു പോകുമ്പോൾ it's possible that thoughts of the future disappear very quickly. നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുക സ്വാഭാവികമാണ്. I think this is a very real problem in my own country of England. എന്റെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇത് ഒരു കാര്യമായ പ്രശ്നം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Life there has become very easy. ഞങ്ങളുടെ നാട്ടിലെ ജീവിതം ഇപ്പോൾ സ്വച്ഛമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. And the desire to enjoy the pleasures of today is very great. ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിന്റെ സുഖ സൗഭാഗ്യങ്ങൾ അതിനെപ്പറ്റി അത് ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. That desire becomes so strong
ഇങ്ങനെ ഈ അനുഭൂതികൾ അവയെ പറ്റിയുള്ള ചിന്ത വളരെ ശക്തമാകയാൽ that it's difficult to imagine that life with God in the world to come could be better than what we're enjoying now. ഈ ലോകത്തിലെ ജീവിത അനുഭൂതികളെക്കാൾ ഏറെ മനോഹരമാണ് ഇനിയും വരാനുള്ള ലോകത്തിൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം എന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. And there's a theology which has been developed which feeds on this. ഇങ്ങനെയൊരു ചിന്താഗതിയെ ശക്തീകരിക്കുന്ന ഒരു ദൈവശാസ്ത്ര ധാര രൂപപ്പെട്ടു വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. We call it prosperity theology. ഒരുപക്ഷെ ഇതിന് സമൃദ്ധിയുടെ സമ്പൽ സമൃദ്ധിയുടെ ദൈവശാസ്ത്രം എന്ന് വേണമെങ്കിൽ പേര് പറയാം. And the advocates of this theology ഈ ഒരു ദൈവശാസ്ത്രത്തിന്റെ വക്താക്കൾ suggest that if you're living by faith, you're living in obedience to God, നിങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള അനുസരണയിൽ ജീവിക്കുകയാണെങ്കിൽ you should be prospering right now. നിങ്ങളുടെ ജീവിതത്തിന്റെ വർത്തമാന കാലത്തിൽ നിങ്ങൾ ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ളവരായി തീരണമെന്ന് പറയുന്നു. You should be healthy, you should be wealthy now. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമ്പത്തും ഏറെ വർദ്ധിച്ചു വരും. And if you're not, then you need to examine your life. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പുനഃപരിശോധിക്കേണ്ടി വരും. There is very little mention in this theology of the future. ഈ ഒരു ദൈവശാസ്ത്ര ധാരയിൽ ഭാവിയെ പറ്റി കാര്യമായ പരാമർശനമൊന്നുമേ ഇല്ല. All the benefits of the gospel are for today. സുവിശേഷത്തിന്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും ഇന്നത്തെ ജീവിത അനുഭവത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. It's a very tragic distortion of biblical truth. ദൈവവചന അധിഷ്ഠിതമായ സത്യത്തെ വളച്ചൊടിക്കുന്ന വളരെ പ്രയാസമേറിയ രീതിയിൽ ഒടിച്ചാണ് ഈ ദൈവശാസ്ത്ര ധാര നൽകുന്നത്. To the materialistic consumer culture of our day. ഈ ലോകത്തിന്റെ ഉപഭോഗ സംസ്കാരത്തിന് മുമ്പിൽ തനുകുലിക്കുന്ന അതിന് വിധേയത്വം നൽകുന്ന ഒരു ദൈവശാസ്ത്ര ധാരയാണിത് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. So I wonder what you believe the future will be like. ഇന്ന് ഭാവിയെ പറ്റി നിങ്ങൾക്കുള്ള ചിന്ത എന്ത് എന്ന് ഞാൻ ചോദിക്കട്ടെ. What is your understanding of heaven? സ്വർഗ്ഗത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എന്താണ്? We're going to turn to the book of Revelation together. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. And read two very short passages. രണ്ട് ഹ്രസ്വമായ ഭാഗങ്ങൾ വേദഭാഗങ്ങൾ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഒരുമിച്ച് വായിക്കാം. The first 6 verses of Revelation 21, right at the end of the Bible. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ. And the first 5 verses of Revelation 22. 22-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. 22-ാം അധ്യായം 1 മുതൽ 5 വരെ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ
അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. The Apostle John was a prisoner on the island of Patmos. പത്മോസ് ദ്വീപിൽ അവിടെ അടയ്ക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ യോഹന്നാൻ. Persecution had already begun in the Christian church. ക്രിസ്തീയ സഭയോടുള്ള പീഡനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. But God knew that much more persecution was ahead. എന്നാൽ പീഡനം ആരംഭിച്ചത് മാത്രമേ ഉള്ളൂ, ഇനിയും വളരെയധികം വരുവാനുണ്ട് എന്ന് ദൈവം അവരെ ബോധ്യപ്പെടുത്തി. So he comes to the Apostle John on the island. പത്മോസ് ദ്വീപിൽ ഏകാന്ത തടവിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന്റെ സന്നിധിയിലേക്ക്, അപ്പോസ്തലന്റെ സമീപത്തേക്ക് ദൈവത്തിന്റെ ദർശനം ലഭിക്കുകയാണ്. And he says, John, I'm going to draw back the curtain for you. ദൈവം ഇതാ യോഹന്നാനോട് പറയുന്നു, ഞാൻ ഭാവിയെ പറ്റിയുള്ള ആ തിരശ്ശീല നിനക്ക് വേണ്ടി മാറ്റുവാൻ പോവുകയാണ്. I'm going to let you see the future. നിന്നെ ഞാൻ ഭാവി കാര്യങ്ങൾ കാണിക്കുവാൻ പോവുകയാണ്. I'm going to let you see where everything is heading. എങ്ങനെയാണ് മുൻപോട്ട് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കുവാൻ പോവുകയാണ്. John, I want you to write it down. യോഹന്നാനെ, നീ ഇത് എഴുതി വെക്കണം. In chapter 22 and verse 16 of Revelation, വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ we read these words, I, Jesus, have sent my angel. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി ഇത് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. To give you this testimony for the churches. സഭകൾക്ക് വേണ്ടി സാക്ഷ്യം നിന്നെ അറിയിക്കുവാൻ ഞാൻ ദൂതനെ അയച്ചിരിക്കുന്നു. God knew there was great difficulty ahead. മുൻപോട്ടുള്ള ജീവിതം ഏറെ ദുഷ്കരമാണെന്ന് ദൈവത്തിന് അറിയാം. Difficulty in every age, every generation of the church. സഭയുടെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും പ്രശ്നം, സംഘർഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. So write down this vision, John. അതുകൊണ്ട് യോഹന്നാനെ, ഈ ദർശനം നീ എഴുതി വെക്കുക. So that it will be available to the church to encourage in every future generation. ഭാവിയിലെ തലമുറകൾക്കെല്ലാം അവരെ സഹായിക്കുവാനും പ്രചോദിപ്പിക്കുവാനുമായി നീ ഇത് എഴുതി വെക്കുക എന്ന് ദൈവം യോഹന്നാനോട് പറയുന്നു. John Trapp made the point ജോൺ ക്രാഫ്റ്റ് എന്ന ഒരു വ്യക്തി ഇപ്രകാരം പറഞ്ഞു, that God has one son without sin. ദൈവത്തിന് പാപരഹിതനായ ഒരു പുത്രനുണ്ട്, But he has no son without sorrow. എന്നാൽ ദുഃഖരഹിതനായി ഒരു പുത്രനും ഇല്ല. Some of you may be experiencing that particularly this afternoon. ഇന്ന് മധ്യാഹ്നം കഴിഞ്ഞ സമയത്ത് ഇത് നിങ്ങളുടെ പലരുടെയും The അനുഭവമായിരിക്കും. loss of someone you love, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം, the pain of illness, നിങ്ങളുടെ രോഗത്തിന്റെ പ്രയാസമേറിയ the അവസ്ഥ, shame of failure, പരാജയത്തിന്റെ അപമാനഭാരം, the trials of life and even of Christian ministry. ജീവിതത്തിന്റെ വലിയ കഷ്ടതകളുടെ അനുഭവം, ഒരുപക്ഷെ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനത്തിലുള്ള പ്രശ്ന സങ്കീർണമായ അവസ്ഥകൾ, In the gloom and even in the darkness of such moments, ആ ഒരു നിമിഷങ്ങളുടെ അന്ധകാര അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും a brilliant light blazes. അതിശ്രേഷ്ഠമായ മഹത്തായ ഒരു പ്രകാശം ഇതാ ഇവിടെ മിന്നുകയാണ്. It's the light of our certain future as the people of God. ദൈവജനം എന്നുള്ളതിനെ പറ്റിയുള്ള നമ്മുടെ സുവ്യക്തമായ നിശ്ചയമുള്ള ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷയാണ് ആ പ്രകാശം. The reward for the faithful. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്കുള്ള ദൈവത്തിന്റെ ബഹുമാനമാണ് The പ്രകാശം. security of the presence of God. ദൈവ സാന്നിധ്യത്തിന്റെ സംരക്ഷണയാണ് ഈ പ്രകാശം. His personal consolation as he wipes every tear from our eyes. നമ്മുടെ ജീവിതത്തിന്റെ കണ്ണുനീരെല്ലാം അവൻ തുടച്ചു മാറ്റുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന വളരെ വ്യക്തിഗതമായ ആശ്വാസ അനുഭവമാണ്. In this place where everything is new. ഈ ഒരു ഇടത്ത് ഈ സ്വർഗത്തിൽ എല്ലാം ഇതാ പുതുതായിരിക്കുന്നു. But John sees a fourth thing. നാലാമത്തെ വസ്തുത യോഹന്നാന്റെ ദർശനത്തിൽ We see this കാണുന്നത് in chapter 22. 22-ാമത്തെ അധ്യായത്തിൽ He വിവരിക്കുന്നു. sees a throne ഇതാ യോഹന്നാൻ ഒരു സിംഹാസനം കാണുന്നു. and a river running from the throne. ഈ സിംഹാസനത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ഒരു നദി, And he sees brilliant light. അതിമഹത്തായ പ്രകാശവും കാണുന്നു. This river flowing from the throne of God ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദി is the river of the water of life. അത് ജീവജലത്തിന്റെ നദിയാണ്. It's as pure and clear as crystal. ഇത് സ്വച്ഛമാണ്, ഇതൊരു പളുങ്കുപോലെ സ്വച്ഛസുന്ദരമായ It's a നദിയാണ്. picture of pure, abundant life.
ഇത് ഏറ്റവും സമ്പന്നമായ, സമൃദ്ധമായ, സുന്ദരമായ, സ്വച്ഛമായ ജീവിതത്തിന്റെ ജീവന്റെ അടയാളമാണ്. This is the antidote to the death and the pain and the mourning of the old fallen order. നഷ്ടപ്പെട്ടു പോയ ദൈവഹിതത്തിൽ നിന്ന് താണുവീണ് പാപത്തിന് അധീനമായി തീർന്ന സൃഷ്ടിയുടെ മരണത്തിന്റെയും വേദനയുടെയും ഒക്കെ അനുഭവങ്ങളെ തുടച്ചു മാറ്റുന്ന ജലത്തിന്റെ അനുഭവം, ജീവന്റെ അനുഭവമാണ്. Heaven is a place of bright, vibrant life. സ്വർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വച്ഛവും സചേതനവുമായ ജീവന്റെ ഉറവിടമാണ്. But John also sees it's a place where there's no night. അതോടൊപ്പം യോഹന്നാൻ പറയുകയാണ്, ഇത് രാത്രി ഇല്ലാത്ത ഒരു സ്ഥലമാണ്. The glory of God gives constant light to this place. സ്വർഗത്തിൽ ദൈവത്തിന്റെ മഹത്വം നിരന്തര പ്രകാശം നൽകിക്കൊണ്ടേയിരിക്കുന്നു. Under the trees back home in my garden is the most difficult place to get anything to grow. എന്റെ തോട്ടത്തിൽ, എന്റെ ഭവനത്തിലെ തോട്ടത്തിൽ വലിയ വൃക്ഷങ്ങളുടെ താഴെയുള്ള സ്ഥലത്താണ് എന്തെങ്കിലും വളരാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലം. The light never gets to it. ഒരിക്കലും സൂര്യപ്രകാശം അവിടെ എത്താറില്ല. It remains lifeless and drab. അവിടെ വളരുന്നതെല്ലാം മുരടിച്ചു നിൽക്കുകയാണ്, ജീവനില്ലാതെ നിൽക്കുകയാണ്. But there'll be no dark, shady places in heaven. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് ഉറപ്പുണ്ട്, ഒരിക്കലും അവിടെ അന്ധകാരം നിറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാകുകയില്ല. The light of the glory of God will fill this place. ദൈവമഹത്വത്തിന്റെ പ്രകാശം സ്വർഗത്തെ പ്രഭാപൂരിതമാക്കുന്നു. Well, those are just some of the things which the Bible says about our future. നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയെ പറ്റി ദൈവവചനം നമ്മോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. But I need to draw some practical lessons from this vision. ഈ ഒരു ദർശനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രായോഗിക അനുഭവങ്ങളെ പറ്റി പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. And I want to draw 3 practical lessons. 3 പ്രായോഗിക പാഠങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Number 1, act now to be sure of heaven. ഒന്നാമതായി, സ്വർഗത്തെ പറ്റി ഉറപ്പുള്ളവരാകുവാൻ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുക എന്നതാണ്. Charles Spurgeon, the English preacher, സ്പർജൻ എന്ന ഇംഗ്ലീഷുകാരനായ പ്രസിദ്ധ പ്രസംഗകൻ said, if you want to live in the house of many mansions, നിങ്ങൾക്ക് അനേക വാസസ്ഥലങ്ങളുള്ള ആ വലിയ ഇടത്ത് പാർക്കണമെങ്കിൽ you must make your reservations in advance. അതിനുവേണ്ടി നിങ്ങൾ മുൻകൂറായി തന്നെ അത് നിങ്ങളുടെ ഇടം അവിടെ ഉറപ്പാക്കണം. You don't wait until you die to find whether you're going to enter heaven. സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയുമോ എന്നതിന് നിങ്ങളുടെ മരണം വരെ ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. You take action now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. When Jesus ascended to heaven after his death and resurrection, കർത്താവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പോൾ he was given a magnificent welcome home. സ്വർഗത്തിൽ കർത്താവിന് അതിശ്രേഷ്ഠമായ ഒരു സ്വീകരണം നൽകപ്പെട്ടു. This is how it's described in the 24th Psalm. 24ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു. Lift up your heads, O you gates. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. Be lifted up, you ancient doors, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പീൻ. so that the King of glory might come in. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Now the ancient tradition പുരാതന പാരമ്പര്യം was that if a relative had been away from home ഒരു ഭവനത്തിലെ ഒരു ബന്ധു വളരെ നാളുകൾ for ദൂരദേശത്തായിരുന്നുവെങ്കിൽ a long time and then they returned, വളരെ ദീർഘനാളുകൾക്ക് ശേഷം ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ you wouldn't just open the door of the house to receive them. അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ വാതിലുകൾ വെറുതെ തുറക്കുക മാത്രമല്ല അവർ You ചെയ്യുമായിരുന്നു. would actually take the door off the hinges and put the door to one side ആ കട്ടിളപ്പടിയിൽ നിന്ന് തന്നെ ആ കതകുകൾ അവർ ഇളക്കി മാറ്റി മറ്റൊരു സ്ഥലത്ത് വെക്കും. as a sign of your welcome. അത് ഏറ്റവും ഊഷ്മളമായ സ്വീകരണത്തിന്റെ ഒരു That's പ്രതീകമാണ്. the imagery being used here. ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിക്കുന്ന ആ പ്രതീകം അത് തന്നെയാണ്. Be lifted up, you ancient doors. പണ്ടേയുള്ള കഥകളെ നിങ്ങൾ ഉയർന്നിരുപ്പീൻ. Take them off the hinges, put them to one ഈ side. കഥകൾ ആ കട്ടിളപ്പടിയിൽ നിന്ന് എടുത്തു മാറ്റുക. And the wonderful news of the gospel is those doors have never been replaced. സുവിശേഷത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടുത്തു മാറ്റപ്പെട്ട ആ കഥകൾ ഇതുവരെയും അവിടെ മടക്കി ആ സ്ഥാനത്ത് വെച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. The doors of heaven are still open because of what Jesus did at the cross. ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനം മൂലം സ്വർഗത്തിന്റെ കഥകൾ ഇതാ നമുക്ക് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്നു. Anyone, even a sinner like me,
എന്നെ പോലെ ആർക്കും, എന്നെ പോലെ ഒരു പാപിക്കും, if I rely on the mercy of God and the righteousness of Christ, I can walk right through the door. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും യേശുക്രിസ്തുവിന്റെ നീതിയിൽ ഞാൻ പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ആ വാതിലുകളിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. That's the first and vital practical lesson. അതാണ് ഈ ദർശനത്തിന്റെ പ്രായോഗികമായ ആദ്യത്തെ പാഠം. Act today to be sure of heaven. സ്വർഗ്ഗത്തെ പറ്റി നിങ്ങളുടെ ജീവിതം ഉറപ്പാക്കുവാൻ ഇതാ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുക. Second practical lesson. രണ്ടാമത്തെ പ്രായോഗിക പാഠം, Christians must be people of hope. ക്രിസ്തീയ വിശ്വാസികൾ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ജനമായിരിക്കണം. Certain future hope impacting our lives today, I believe, should be the great Christian distinctive. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മെ സന്ദർശിക്കുന്ന ഈ വലിയ പ്രതീക്ഷയുടെ ഉദയം നമ്മുടെ ജീവിതത്തിനും മുൻപോട്ടും ഈ ലോകത്തിനുമുള്ള പ്രതീക്ഷയുടെ ഒരു പുതിയ നാമ്പ് ആയിത്തീരണം. This is a world where hopelessness is increasingly evident. ഈ ലോകത്തിൽ ഇതാ പ്രതീക്ഷയില്ലായ്മ, പ്രതീക്ഷാരാഹിത്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. The questions of the meaning and the purpose of life become ever more urgent. ജീവിതത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. Every possible satisfaction is tasted and the thirst only intensifies. ജീവിതത്തെ സംതൃപ്തിപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പരിശോധിച്ചു നോക്കുന്നു, പരീക്ഷിച്ചു നോക്കുന്നു, ആർക്കും സംതൃപ്തി ലഭിക്കുന്നില്ല. As the people of God, we want to see all injustice, all inequality, all disunity eradicated from our world. ദൈവജനമെന്ന നിലയിൽ നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് എല്ലാവിധമായ അസമത്വങ്ങളും എല്ലാവിധമായ പ്രശ്നങ്ങളും അത് മാറ്റപ്പെടണം എന്ന് യഥാർത്ഥമായി നാം വാഞ്ചിക്കുന്നു. Now, of course, we know that we'll never see this in its completeness until Christ returns. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുവരെയും ഇത് പൂർണ്ണമായി ഒരുപക്ഷെ സംഭവിക്കുകയില്ലായിരിക്കാം. But we must be constantly working towards it. എന്നാൽ നിരന്തരമായി നാം ഇതിനു വേണ്ടി പ്രയത്നിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. I give you one example. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. In my own nation there have been tragic class distinctions over the years. എൻ്റെ രാജ്യത്ത് എല്ലാ നാളുകളിലും അതിഭയാനകമായ വർഗ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. And the church has not always been good at opposing those distinctions and working for equality. ഇങ്ങനെ വിവിധ വർഗങ്ങൾ തമ്മിലുള്ള വിഭിന്നതകളുടെ മധ്യത്തിൽ, വിഭാഗീയതയുടെ മധ്യത്തിൽ അവയൊക്കെയും അവയ്ക്കെതിരായി പ്രവർത്തിക്കുവാൻ പലപ്പോഴും സഭകൾക്ക് എൻ്റെ രാജ്യത്ത് സാധിച്ചിട്ടില്ല. How is the church here doing in this area? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇവിടെയുള്ള ഭാരതത്തിലെ സഭ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? How are you doing in such areas as addressing Dalit identity? ദളിത് ജീവിതാനുഭവങ്ങളുടെ, ദളിത് സ്വത്വത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും പ്രശ്നങ്ങളെയും എങ്ങനെയാണ് സഭ ഇന്ന് അഭിമുഖീകരിക്കുന്നത്? Are you providing solidarity for our brothers and sisters from this background? നമ്മുടെ സഹോദരങ്ങൾക്ക്, ദളിത് സഹോദരങ്ങളുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുവാൻ, അവരോട് പ്രതിബദ്ധത പുലർത്തുവാൻ ഇന്ന് സഭകൾക്ക് സാധിക്കുന്നുണ്ടോ? Identifying with their needs, their issues. അവരുടെ ജീവിതാനുഭവങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ, അവരുടെ ജീവിതാനുഭവങ്ങളോട് സമഭാവനയിലാകുവാൻ ഇന്ന് സഭകൾക്ക് സാധിക്കുന്നുണ്ടോ? It's an example of what I mean when I speak of the vision of heaven setting our agenda for today. സ്വർഗത്തിന്റെ ദർശനം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ സഭയുടെ പ്രവർത്തനത്തിന് രൂപരേഖ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ താല്പര്യപ്പെടുന്നത് ഈ കാര്യങ്ങളാണ്. So let me close by mentioning again Paul's words in 2 Corinthians chapter 4. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലുള്ളത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പൂർത്തീകരിക്കട്ടെ. So crucial to living the Christian life. വളരെ വളരെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് കാതലായ ഒരു കാര്യമാണ് പൗലോസ് പ്രസ്താവിക്കുന്നത്. So we fix our eyes not on what is seen. പൗലോസ് പറയുകയാണ്, നാം നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കേണ്ടത് കാണുന്നവയിലല്ല. We fix our eyes on the unseen. നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കേണ്ടത് നമ്മുടെ കാഴ്ചകൾക്കപ്പുറത്തുള്ള നിത്യമായുള്ളതിലാണ്. What is seen is temporary. എന്തുകൊണ്ടെന്നാൽ നാം ഇന്ന് നമ്മുടെ മുൻപിൽ കാണപ്പെടുന്നത് താൽക്കാലികമാണ്. What is unseen is eternal. എന്നാൽ കാണപ്പെടാത്തത്, ദൃഷ്ടിക്ക് അതീതമായിട്ടുള്ളത് നിത്യമായിട്ടുള്ളതാണ്. We must live our daily lives with this vision of heaven motivating and encouraging us. സ്വർഗ്ഗത്തിന്റെ ഈ വലിയ ദർശനം നമ്മുടെ ജീവിതത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങളാണ് നാം ജീവിതത്തിന്റെ ദൈനംദിന അനുഭവങ്ങൾ മുൻപോട്ട് നയിക്കേണ്ടത്. Looking forward to that day when the evils of this age will have been removed.
നമ്മുടെ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളും തിന്മകളും മാറ്റപ്പെടുന്ന ആ ഒരു നാളിനു വേണ്ടി പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. God dwells amongst his people. ദൈവം തന്റെ ജനത്തോടൊപ്പം വസിക്കുന്ന നാളിനു വേണ്ടി നമുക്ക് And his കാത്തിരിക്കാം. people are all at the same level. There's no distinction between them. യാതൊരു നിമ്നോന്നതിയും ഇല്ലാതെ എല്ലാ ദൈവത്തിന്റെ ജനവും ഒരേപോലെ ദൈവസന്നിധിയിലായിരിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, കരുതുന്ന അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. And he wipes every tear from their eyes. ദൈവം തന്റെ ജനത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെ തുടയ്ക്കുന്ന നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. Such a vision will make us beacons of hope in an age of hopelessness. ഇത്തരം സ്വർഗീയ ദർശനം പ്രത്യാശരഹിതമായ ലോകത്തിൽ പ്രത്യാശയുടെ ഗോപുരങ്ങളായി നിലകൊള്ളുവാൻ നമ്മെ ഇടയാക്കി And തീർക്കും. such a vision sets the ministry agenda for the Christian church. നമ്മുടെ ക്രിസ്തീയ സഭയുടെ പ്രവർത്തനത്തിന് ഒരു പുതിയ രൂപരേഖ ഈ ദർശനം നൽകി തരുന്നു. We are not only to pray, thy kingdom come. നമുക്ക് നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രമല്ല, We are to work to see the principles and the values of that holy kingdom being practiced in our world right now. ദൈവത്തിന്റെ വിശുദ്ധ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഈ ലോകത്തിൽ ആയിത്തീരുവാൻ, ഇത് പ്രാവർത്തികമാക്കുവാൻ, അതിനുവേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നവരാകുവാൻ ദൈവം നമ്മോട് ആഹ്വാനം So ചെയ്യുന്നു. are you willing this afternoon to consider heaven for a moment and all the hope that heaven brings? സ്വർഗം നൽകുന്ന എല്ലാ പ്രതീക്ഷകളെ പറ്റിയും ഒരു നിമിഷം ചിന്തിക്കുവാൻ, അതിനെ ഒന്ന് ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്ക് ഈ മധ്യാഹ്നത്തെ To സാധിക്കുമോ? go out into this world as beacons of hope. പ്രത്യാശയുടെ വലിയ ഗോപുരങ്ങളായി ലോകത്തേക്ക് പുറപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Then take a second look at heaven. സ്വർഗത്തിലേക്ക് ഒന്ന് നോക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Are you willing to structure your daily life നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ in the light of the certain future which is ours? ഭാവിയുടെ ഈ വലിയ നിശ്ചയത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പുനഃക്രമീകരിക്കുവാൻ സാധിക്കുമോ? Let's pray together. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Just take a moment to allow God's word to settle in our minds. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഒരു നിമിഷം അനുവദിക്കുമോ? And to give a brief moment for response in our hearts. നമ്മുടെ ഹൃദയത്തിൽ ഒരു നിമിഷം സ്വസ്ഥമായി ഈ വചനത്തോട്, ദൈവത്തോട് പ്രതികരിക്കുവാൻ നമുക്ക് സമയമെടുക്കാം. Father, we thank you for the absolute certainty of heaven. പിതാവേ, സ്വർഗത്തെ പറ്റിയുള്ള ഏറെ ഉറപ്പുള്ള നിശ്ചയത്തിനായി സ്തോത്രം. Because of the perfect finished work of Christ. ക്രിസ്തുവിന്റെ പൂർണ്ണമായ പ്രവർത്തനത്തിനായി We pray that this great vision of heaven will fill our hearts and minds. ഞങ്ങളുടെ ജീവിതം, ഈ സ്വർഗത്തിന്റെ വലിയ ദർശനം ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Giving us hope and making us beacons of hope. ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയും ഞങ്ങളെ തന്നെ പ്രത്യാശയുടെ ഗോപുരങ്ങളും ആക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. Help us today and in the days ahead to be working for the values of heaven to be seen on earth now. സ്വർഗരാജ്യത്തിലെ വലിയ മൂല്യങ്ങളും അനുഭവങ്ങളും ഈ ലോകത്തിൽ സംഭവ്യമാക്കുവാൻ അതിനായി ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. We thank you, Lord Jesus Christ, കർത്താവേ, ഞങ്ങൾ നിന്നോട് നന്ദി കരേറ്റുന്നു for making all this possible for us. ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം അവിടുന്ന് നൽകുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം We give to you the praise. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. Amen. ആമേൻ. സ്തുതികളിൽ വസിച്ചിടുന്ന ശുദ്ധനേ, സ്തുതികൾക്കേറ്റം യോഗ്യനായ ദൈവമേ, ഏതു നേരത്തും ഏതിലുമധികം നാവിനു പ്രിയം നിൻ സ്തുതിയല്ലോ. ഏതു നേരത്തും ഏതിലുമധികം നാവിനു പ്രിയം നിൻ സ്തുതിയല്ലോ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ. രാവിലെ അങ്ങയും മഹാദയയും രാത്രിയിൽ അങ്ങയും